ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ വ്ലോഗ്. തന്നെ പറഞ്ഞേക്കാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് എണീറ്റ് വന്നപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി. ഇന്ന് ഹോളിഡേ ആണ്, അപ്പോൾ ലേറ്റായിട്ടാണ് എണീറ്റത്. സോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കി. അപ്പോൾ നേരെ ലഞ്ചിലേക്ക് കിടക്കാം. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കുറച്ച് ചുമന്ന ചീര കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. കണ്ടോ, ചീര വാങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി വാങ്ങിയത് ഈ വാഴയിലയാണ്. അപ്പോൾ വായു, നമുക്ക് എങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അരി ഇട്ടു. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് കുക്കറിൽ വയ്ക്കാം. പിന്നെ ഞാൻ ഫിഷ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്ന് ചെമ്മീനും പിന്നെ നോർമൽ ഒരു ഫിഷും. ചെമ്മീൻ നമുക്ക് കറി വയ്ക്കാം, ഫിഷ് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിക് മസാലാസൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അതിലേക്ക് ഞാൻ കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഹെൽത്തിയാണ്, പിന്നെ ടേസ്റ്റും തരും. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മീനിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത മീൻ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. അപ്പോഴേക്കും നമ്മുടെ അരി തിളച്ചു വന്നു. ഒരു തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിതെടുത്ത് റൈസ് കുക്കറിലേക്ക് വയ്ക്കാം. ഒരു 1 hour റൈസ് കുക്കറിൽ ഇരുന്നാൽ മതി, ചോറ് റെഡിയാവും. ഞാനൊരു മൾട്ടി ടാസ്കറാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഏറ്റവും മിനിമം ഓയിൽ യൂസ് ചെയ്ത് കോവയ്ക്ക മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. കോവയ്ക്ക എടുക്കുക, അതിനകത്തേക്ക് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ കോവയ്ക്ക ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ്. എന്നിട്ടത് അടച്ച് വെച്ച് വേവിക്കുക. അതവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ആ സമയം ഫിഷ് ഫ്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി ടാസ്കിങ് ഇല്ലേ, ഇങ്ങനെ ഓരോന്ന് ഓൾട്ടർനേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനും ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും ചെമ്മീൻ കറി വയ്ക്കാൻ ഞാൻ ചട്ടി ചൂടാക്കി ഉലുവ ഇട്ടു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക വെന്ത് വന്നു. ഇനി അതിലേക്ക് ഒരു സ്പൂൺ കംപ്ലീറ്റ് ഇല്ല, കുറച്ച് കുറവാണ് ഒരു സ്പൂണിന്. അത്രയും എണ്ണ ആഡ് ചെയ്ത് ഞാനതൊന്ന് ഉലർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്ക അവിടെ റെഡിയായി. ഇനി നമുക്ക് ചെമ്മീൻ മുളകിട്ടത് വയ്ക്കാം. അതിലും ഞാനൊരു 1/2 സ്പൂൺ ഓഫ് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ, ജസ്റ്റ് നമുക്ക് ആ ഉലുവയൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ഉലുവ ആഡ് ചെയ്തു, പച്ചമുളക്, ഉള്ളി ഇത്രയും ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എണ്ണ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിയും കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ശരിക്കൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ 1/2 കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനു മുന്നേ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം എണ്ണ കുറവായതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓരോന്ന് ആഡ് ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബേസിക് മസാലാസ് ഞാൻ വളരെ മിനിമം നമ്മൾ മീൻകറിയിൽ ആഡ് ചെയ്യുന്ന മസാലാസാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രേ ഉള്ളൂ. കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. പുളി ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ആഡ് ചെയ്യുക. ഇതവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ കറി റെഡിയാവും. ലാസ്റ്റ് സ്റ്റെപ്പാണ് കുറച്ച് ഉലുവ പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ മീൻ കറിയിൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഉലുവ ആഡ് ചെയ്തിരുന്നു, അവസാനം കുറച്ച് ഉലുവ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ആ ഒരു സ്ലോ ഫ്ലെയിമിലിരുന്ന് കുക്ക് ചെയ്ത് കുറച്ച് നേരം വറ്റി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി മുളകിട്ട ചെമ്മീൻ കറിയാവും. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചീരത്തോരനാണ്. ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. പൊടികൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് തേങ്ങ, വളരെ കുറച്ച് തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ച് ഇതിലേക്കും 1/2 സ്പൂൺ ഓഫ് എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അതും ഒഴിച്ച് കഴിഞ്ഞിട്ട് കടുക് വറുത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ചീരത്തോരനകത്തൊക്കെ ഉഴുന്ന് പരിപ്പിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ചെയ്ത ചീര ആഡ് ചെയ്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം.
പൊതിച്ചോറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ചമ്മന്തി. നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ഉള്ളി എടുക്കുക, എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത വറ്റൽ മുളകും പിന്നെ അതിനകത്തേക്ക് വളരെ കുറച്ച് തേങ്ങ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ചമ്മന്തി അധികം ക്വാണ്ടിറ്റിയിൽ വേണ്ട. പിന്നെ അതിലേക്ക് ഉണക്ക ചെമ്മീൻ ആഡ് ചെയ്യുക. അത് ഓൾറെഡി കഴുകി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് പുളിയും ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പൊതിച്ചോറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് ഫ്രണ്ട്ലി ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഇത് കഴിക്കാം. അത് ഞാൻ ചോറ് ആഡ് ചെയ്യുന്നത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും പോർഷനൊക്കെ കൺട്രോൾഡ് ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഓംലെറ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് എണ്ണയൊന്നും ഒഴിക്കാതെ മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് ഉള്ളിയും പച്ചമുളകും ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് എടുത്തെടുത്ത പാത്രങ്ങൾ കഴുകി വെച്ചാൽ ഇതുപോലെ കിടക്കും കിച്ചണും സിങ്കും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറും റെഡിയായി. ഇനി നമ്മുടെ വാഴയില വാട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് എല്ലാം കൂടി അസംബിൾ ചെയ്താൽ പൊതിച്ചോറ് റെഡി. നമ്മൾ ഏറ്റവും കൂടുതൽ കിച്ചണിൽ അളന്ന് ഉപയോഗിക്കേണ്ടത് എണ്ണയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഞാനും മോളും കൂടി പൊതിച്ചോറ് കഴിച്ചു. ഞങ്ങളുടെ ആ ആഗ്രഹം അങ്ങനെ തീർന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ.